കേരള രാഷ്ട്രീയത്തിലെ പ്രബലമായ രണ്ട് സാമുദായിക ശക്തികൾ NSSും SNDPയും 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈകോർക്കുന്നു എന്ന വാർത്ത സൃഷ്ടിച്ച അലയൊളികൾ അടങ്ങും മുൻപേ ആ ഐക്യം തകർന്നടിഞ്ഞിരിക്കുകയാണ്. കേവലം 9 ദിവസത്തെ ആയുസ് മാത്രമാണ് ഈ ഹിന്ദു ഐക്യം ആഹ്വാനത്തിനുണ്ടായിരുന്നത്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള രണ്ട് സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയിരുന്നു. ജനുവരി 18-ന് വലിയ കൊട്ടി ആഘോഷങ്ങളോടെ തുടങ്ങിയ ഐക്യനീക്കം ജനുവരി 26-ഓടെ അവസാനിക്കുമ്പോൾ അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെയും സമുദായ സമവാക്യങ്ങളെയും വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഐക്യനീക്കത്തിൽ നിന്നും NSS പിന്മാറിയ വാർത്ത വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചർച്ചകൾക്കായി തുഷാറിനെ പെരുന്നയിലേക്ക് അയക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സുകുമാരൻ നായർ നിലപാട് മാറ്റിയത്. വാർത്ത പുറത്തു വന്നപ്പോൾ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ മൗനം പാലിച്ച വെള്ളാപ്പള്ളിയുടെ നിലപാട് SNDP ഇതിൽ എത്രത്തോളം പ്രതീക്ഷ വെച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. തുഷാർ എത്തിയ ശേഷം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് മാത്രമേ ഇനി മറുപടി നൽകൂ എന്നാണ് വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. ഐക്യനീക്കം പാളാൻ പ്രധാന കാരണം വെള്ളാപ്പള്ളി തിരഞ്ഞെടുത്ത ദൂതൻ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യദൂതനായി അയക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തിരിച്ചറിഞ്ഞു. തുഷാർ വെറും ഒരു സമുദായ നേതാവല്ല, മറിച്ച് NDAയുടെ കേരളത്തിലെ കൺവീനറും BDJS അധ്യക്ഷനുമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു മുന്നണി നേതാവിനെ ഔദ്യോഗിക ചർച്ചകൾക്കായി സ്വീകരിക്കുന്നത് NSSനെ BJP പാളയത്തിൽ എത്തിച്ചതായി വ്യാഖ്യാനിക്കപ്പെടും.